ഹായ് ഗായ്സ്, ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുളിയിഞ്ചി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഞാൻ പുളിയിഞ്ചി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇത് ഇഞ്ചി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്ര ഇഞ്ചി വേണ്ട, ലേസ് ഇഞ്ചി എടുത്തിട്ട് ഇതിൽ ഞാൻ നന്നാക്കണം. ഇത് മതി. ഇത് ഞങ്ങൾക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാം. ഇത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ തോലെല്ലാം എടുക്കണം. ഫസ്റ്റ് നമുക്കിത് നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകാം. കഴുകി എന്തായാലും തോലെടുത്തിട്ട് ഒന്നും കൂടെ നമുക്ക് കഴുകണം. അപ്പോൾ ഫസ്റ്റ് എന്നാലും ഞാൻ കുറേ മണ്ണുള്ളത് കൊണ്ട് ഒന്ന് കഴുകി. ഇപ്പോൾ ഞാൻ എന്തായാലും തോലെടുത്ത പിന്നെ ഒന്നും കൂടെ നമുക്ക് നല്ലോണം ഒന്ന് കഴുകാം. അപ്പോൾ ഞാൻ തോലെടുക്കട്ടെ. ഇതെങ്ങനെയാണ് പുളിയിഞ്ചിയെല്ലാം നമുക്ക് ഇങ്ങനെ ആക്കി വെച്ചാൽ കുറേ ദിവസം വരെ എടുത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. കുറേ ദിവസം എടുത്ത് വെക്കാം. അങ്ങനെ കേടൊന്നും വരില്ല. പിന്നെ പുളിയിഞ്ചിയെല്ലാം നമ്മുടെ എന്ത് സദ്യ പറഞ്ഞാൽ പുളിയിഞ്ചി മെയിൻ ഉണ്ടാവും. നമുക്ക് പുളിയിഞ്ചി, അച്ചാർ, സദ്യ എന്ത് സദ്യ ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് ഇട്ടത് പുളിയിഞ്ചി. അങ്ങനെയാണ്. അപ്പോൾ പുളിയിഞ്ചി പിന്നെ നമുക്ക് വായിക്കൊന്നും പിടിക്കാത്ത സമയത്ത് ഇങ്ങനത്തെ പുളിയിഞ്ചിയെല്ലാം ആക്കി വെച്ചതാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ചൂട് ചോറിനൊക്കെ കുറച്ച് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ട് ചോറ് കഴിക്കാം നമുക്ക്. ഇത് കണ്ട ഇങ്ങനെ നമുക്ക് എല്ലാം ഇഞ്ചിനെല്ലാം ഇതേപോലെ എല്ലാം തോലെടുത്ത് വെക്കാം. അപ്പോൾ ഗൈസ് ഇതാ ഇഞ്ചിൻ്റെ തോലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെക്കാം. അപ്പം ഞാൻ നല്ലോണം ഒന്ന് കഴുകാം. അപ്പോൾ ഗൈസ് ഇതാ നല്ല കഴുകിയിട്ടായി. ഇനി നമുക്ക് ചെറുതായി അരിയണം. അപ്പോൾ ചെറുതായിട്ട് അരിയുമ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ സ്ക്രബാക്കി നോക്കട്ടെ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചെറുതായി അരിയത ഇങ്ങനെ മതി. അപ്പോൾ കത്തിയിലേക്കാണെങ്കിൽ കുറച്ച് ലേറ്റാകും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതാ വേഗമാകും. ഇത്രയ്ക്ക് മതി. ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ടേ എന്താ അല്ല നമുക്ക് ഇഞ്ചി കുറച്ചെടുത്തതല്ലേ. അപ്പം അതിനനുസരിച്ചിട്ടുള്ള പുളി ഇത്ര പുളി എടുത്ത് ഞാൻ വെള്ളം ഒഴിച്ച് വെക്കുന്നേ. കുറച്ചാക്കിയാൽ മതി. അപ്പം കഴിച്ചത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി. ഇനിയിപ്പോൾ നമുക്ക് പുളി ഇഞ്ചി ആക്കാം. അപ്പോൾ നമുക്ക് ഇതാ ചെറുതായി അരിഞ്ഞ് വെച്ചേക്കാം. പച്ചമുളകും പിന്നെ കരിവേപ്പില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പുളിയിഞ്ചി ആക്കാം. പാത്രം ഒന്ന് ചൂടാവട്ടെ.
അപ്പോൾ ചട്ടി ഇപ്പോൾ ചൂടായി. അത് നമുക്ക് ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഞ്ചി ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് നല്ലോണം നമുക്ക് ഇങ്ങനെ ഒന്ന് ഇഞ്ചിനെ വാട്ടിയെടുക്കാം. ഇഞ്ചി കരിയാൻ അടിയാൻ പിടിക്കാനൊന്നും പാടില്ല. ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണം നല്ലോണം ഒന്ന് ഇങ്ങനെ വാട്ടാം. ഇത് എന്താ പറഞ്ഞാൽ ഇത് ഒരുമാതിരി കുറച്ച് ഇതാകുമ്പോൾ ഒരു ബ്രൗൺ കളറാവണം. കുറച്ച് ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമുക്ക് കരിവേപ്പില ചപ്പിടാം. ഇപ്പോൾ അത്ര ആയിട്ടില്ല. നല്ല കരിയാൻ പാടില്ല. ബ്രൗൺ കളറായിട്ട് ആകുമ്പോൾ നമുക്ക് ഇത് ഓഫാക്കാം. അപ്പോൾ ഇത് ഞാൻ കരിവേപ്പില ചപ്പ് ഇപ്പോൾ ഇടാം. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കരിവേപ്പില ചപ്പ്. ഇത് ഇഞ്ചി ഞാൻ 250 ഗ്രാമാണ് ഇഞ്ചി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ ഇഞ്ചി നല്ല മൂത്ത് വന്നു. ഇഞ്ചി എന്താ പറഞ്ഞാൽ നമുക്ക് ഇത് അടിയൊന്നും പിടിക്കാൻ പാടില്ല. അങ്ങനെ നല്ല മൂത്ത് കരിയാനും പാടില്ല. ഇപ്പോൾ ഞാൻ നല്ല മൂത്ത് വന്നു. നമുക്ക് ഇതിന് വേറൊരു പാത്രത്തിലോട്ട് ഇപ്പോൾ മാറ്റി വെക്കാം. ഇപ്പോൾ മതി. നല്ലൊരു ഇഞ്ചിൻ്റെ നല്ലൊരു മണം വരും. ഇഞ്ചി നമുക്ക് വേറൊരു പാത്രത്തിൽ മാറ്റാം. ഞങ്ങളുടെ ഇഞ്ചി ആയി. നമുക്കൊന്ന് ഗ്യാസ് ഓഫാക്കി വെക്കാം. നമുക്ക് ഈ പുളീനെ നല്ലോണം കഴുകി നല്ലത് ഞവണ്ടി ഇപ്പോൾ എന്താക്കണം പറഞ്ഞാൽ പുളീനെ വെള്ളം അരിച്ചെടുക്കണം. അരിച്ചിട്ട് എടുക്കാം.
ഇപ്പം നമുക്ക് അതേ ചട്ടിക്ക് ലേസ് കടുകിലൊക്കെ ഇട്ടിട്ട് പിന്നെ കരിവേപ്പില, പിന്നെ അങ്ങനെ 2 പച്ചമുളക് പൊടിച്ചിട്ട് അതും ചേർക്കാം. പിന്നെ ഞങ്ങൾക്ക് 5 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ചേർക്കാം. ഇത് നല്ലോണം ഒന്ന് വാടണം. എടുത്തോ. ഇതെല്ലാം നല്ല റോസ്റ്റായ പിന്നെ നമുക്ക് സിമ്മിൽ വെച്ചിട്ട് നേരത്തെ നമ്മൾ വറുത്ത് വെച്ച ഇഞ്ചി ഉണ്ടല്ലേ, ഇഞ്ചിയും പിന്നെ കരിവേപ്പില ഇതിന് ഒരു ചെറുതിങ്ങനെ കുറച്ചിതിങ്ങനെ ഒന്ന് പൊടിക്കുക. അല്ലാണ്ട് ഇങ്ങനെ ഒന്ന് പൊടിക്കുക. അത് ഈ കരിവേപ്പില ചപ്പും കൂടെ ഒന്നിച്ച് മിക്സ് ആവണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് നല്ല മൊരിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇപ്പോൾ ഇവിടെ ഒരു സകല പുളിവെള്ളം ചേർക്കുക. കുറേ വേണ്ട. ഇപ്പോൾ ഇത് മതി. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ലേശം ഇടാം. ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി, 2 ടീസ്പൂൺ ഉലുവപ്പൊടി, പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ. ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക.
ഇപ്പം ഇതെല്ലാം ഇങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കിയ പിന്നെ നമുക്ക് ഇതിലോട്ട് ഈ ഇഞ്ചിനെ നമുക്ക് ചേർക്കാം. വറുത്ത് വെച്ച ഇഞ്ചിനെ നമുക്ക് ഇതിൽ ചേർക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ പുളിവെള്ളം ഉണ്ടല്ലോ അതും ചേർത്ത് വെക്കാം. ഇപ്പോൾ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് എത്ര വേണം നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ആഡാക്കാം. രണ്ട് ടീസ്പൂണിൻ്റെ അത്ര ശർക്കര, അങ്ങനെ ശർക്കര വെല്ലം 2 ടീസ്പൂൺ അത്ര ഞാൻ അതിന് ചീകിയിട്ട് ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ അങ്ങനെ നോക്കാം. ഉപ്പ് വേണമെങ്കിൽ ഇനി ഇടാം. സദ്യ പറയുമ്പോൾ എന്നും നമുക്ക് സദ്യയിൽ ഒരു ഐറ്റമാണ് ഈ ഇഞ്ചിപ്പുളി. ഇഞ്ചിപ്പുളി ഇല്ലാത്ത സദ്യ ഉണ്ടാവില്ല. സദ്യക്ക് എല്ലാ സദ്യക്കും ഈ ഇഞ്ചിപ്പുളി ഉണ്ടാവും. അപ്പോൾ എന്ത് സദ്യ ഉണ്ടെങ്കിലും ഒരു 2 ദിവസം മുമ്പേ നമുക്ക് ഇങ്ങനെ ഇഞ്ചിപ്പുളി നേരത്തെ ചെയ്ത് വെക്കണം നല്ലത്. എപ്പോഴും അന്നന്നെ ആക്കി കഴിക്കണമെങ്കിൽ കാട്ടിയോ 2 ദിവസം മുമ്പേ ചെയ്താൽ ഇഞ്ചിപ്പുളി പഴകണത്രയും ടേസ്റ്റ് കൂടും. പിന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇഞ്ചിപ്പുളി ആക്കിണ്ടെന്ന് പറഞ്ഞാൽ 2 ദിവസം മുമ്പേ ഇതേപോലെ ചെയ്ത് വെക്കും. അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പേ ആണെങ്കിൽ തലേ ദിവസമാണെങ്കിൽ ഇങ്ങനെ ആക്കി വെക്കും. അന്നേ ആക്കില്ല. അപ്പം സദ്യക്കുള്ള ഇഞ്ചിപ്പുളി ഇങ്ങനത്തെ സദ്യക്ക് എന്തിനാണെങ്കിലും നമുക്ക് ഈ ഇഞ്ചിപ്പുളി ടേസ്റ്റ് ആവേണ്ടത് ഒരു 2 ദിവസം കഴിയണം. പഴകണം, അങ്ങനെ നമുക്ക് ഇഞ്ചിപ്പുളി ടേസ്റ്റ് ആവും. പിന്നെ ഇപ്പോൾ നമ്മളൊരു പാകത്തിന് ഓഫാക്കി വെച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ തന്നെ അതിങ്ങനെ കുറച്ച് കുറുകും. ഏകദേശം ആയി വന്നതാണ്. ആ മധുരം, എരിവും, ഉപ്പും പുളിയും. ഇഞ്ചിപ്പുളി പറയുമ്പോൾ പുളി കുറച്ച് കൂടുതൽ തന്നെ വേണം. പുളി മുമ്പോട്ടേക്കേ വേണം. എന്താ പറയുക, പുളി പറയുമ്പോൾ കുറച്ച് പുളി കൂടുതൽ തന്നെ വേണം. അപ്പോൾ ആ പുളിയും പിന്നെ കുറച്ച് മധുരവും ഉപ്പും കാരമൊക്കെ ആകുമ്പോൾ ആ ഒരു ടേസ്റ്റേ നല്ല ടേസ്റ്റാണ്. നന്നായി വന്ന് നമുക്കിതിങ്ങനെ ഓഫാക്കി വെക്കാം. ഇനി വേറെ ഒരു പാത്രത്തേക്ക് മാറ്റണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചാൽ രാവിലെ നമുക്ക് വേറെ ഒരു പാത്രത്തിൽ രാവിലെ കൂട്ടി ഇപ്പോൾ ഇടുന്നില്ല.
പാകത്തിന് വേണം നമ്മൾ ആപ്പാക്കാൻ. ഇത് വെച്ചാൽ ഇനി കുറുകി പോകും നാളത്തേല്. അപ്പോൾ ഇപ്പോൾ ഇഞ്ചിപ്പുളി റെഡിയായി വന്നു. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഉപ്പൊക്കെ കറക്റ്റ് ഉണ്ട് ഞാൻ നോക്കി. അപ്പോൾ നിങ്ങളാക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം ഓഫാക്കാൻ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തേക്ക് മാറ്റാം. നമ്മുടെ ഇഞ്ചി പുളി ഇഞ്ചി റെഡിയായി. അപ്പോൾ ഗൈസ്, ഞാൻ പുളി ഇഞ്ചി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു ഡിഷുമായി ഇനിയൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.